Hi everyone, it's me Rahul. Welcome to my FX my YouTube channel. So നമുക്ക് ഡീറ്റെയിൽഡ് മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. സോ നമുക്ക് വേൾഡ് മാർക്കറ്റിലോട്ട് നമുക്ക് പോയിട്ട് വേൾഡ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി അതായത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. സോ അതിന് നമ്മുടെ ഫസ്റ്റായിട്ട് നമ്മളെപ്പോഴും ചെയ്യാറുള്ള വീക്കിലിയിൽ ചെയ്യാറുള്ള ഡൗ ജോൺസ് നമ്മൾ ലാസ്റ്റ് വീക്ക് ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു വീക്ക് കഴിയുമ്പം ലാസ്റ്റ് വീക്കിൽ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ ടെക്നിക്കലി നമ്മൾ നോക്കണം. ഓക്കെ, സോ ലാസ്റ്റ് വീക്കിൽ ഡൗ ജോൺസിൽ എന്താ സംഭവിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടർ ഹാമർ, ആ ഒരു ചാർട്ട് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ ഉള്ള വീക്കിലും അത് തന്നെ ആയിരുന്നു, ബട്ട് ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിലായിരുന്നു. ബട്ട് സസ്റ്റെയിൻ ചെയ്തില്ല. ആ വീക്ക് അതിന് മുകളിൽ പോയെങ്കിലും വീണ്ടും വന്നിട്ട് താഴെ വന്ന് ക്ലോസ് ചെയ്തു. സോ ഇസ് ഇൻഡിക്കേറ്റ് നോട്ട് ബാഡ്. ഇതിൻ്റെ താഴെ പോയാൽ മാത്രമേ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. സ്റ്റിൽ ബുള്ളിഷ് ആണ്, ബട്ട് വീക്കിലി സംതിങ് ഒരു സിഗ്നൽ ബാഡ് കാണിക്കുന്നുണ്ട്. ഡെയിലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു കൺസോൾട്ടേഷനാണ്. ഒരു ഏരിയയിൽ തന്നെ, ഈ ഏരിയയിൽ തന്നെയാണ് ഡൗ ജോൺസ് മൂവ് ചെയ്യുന്നത്. സോ ഒരു കൺസോൾട്ടേഷൻ, അതായത് വലിയൊരു മൊമെൻറ്റും ഇല്ല ആ ഒരു റേഞ്ചിൽ. S&P 500 നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വീക്കിൽ മാർക്കറ്റ് നല്ലോണം താഴെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് ഏകദേശം അത്യാവശ്യം വീണായിരുന്നു മാർക്കറ്റ്. ഡെയിലിയിൽ നോക്കിയാലും മാർക്കറ്റ് അത്യാവശ്യം വീണിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നാസ്ഡാക്ക് നോക്കിയാൽ നാസ്ഡാക്കും ലാസ്റ്റ് വീക്ക് നെഗറ്റീവ് ആയിരുന്നു. നാസ്ഡാക്കും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ലാസ്റ്റ് വീക്ക് തന്നിട്ടുള്ളത്. സോ ഡൗ ജോൺസ് മാത്രമാണ് പിന്നെ പോസിറ്റീവ് നിന്നിട്ടുള്ളത്. സോ രണ്ട് മേജർ ഇൻഡെക്സും നമ്മുടെ US-ൻ്റെ നെഗറ്റീവാണ് ലാസ്റ്റ് വീക്കിൽ. ഷാങ്ഹായ് ഓൾറെഡി കുറച്ച് ആഴ്ചകളായിട്ട് മേ ബി ലാസ്റ്റ് ഒരു മന്തായിട്ട് തന്നെ ചൈനയുടെ മാർക്കറ്റ് ഡൗൺ ആണ്. സോ ചൈനയുടെ മാർക്കറ്റും ലാസ്റ്റ് വീക്കിൽ ഡൗൺ ആയിരുന്നു. ജപ്പാൻ ഇൻഡെക്സ് ലാസ്റ്റ് വീക്കിൽ ഡൗൺ ആയിരുന്നു. അതിന് മുന്നേ ഓക്കെ ആയിരുന്നു, നല്ലൊരു ബുള്ളിഷ് ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നത്തെ വീക്ക്. പക്ഷേ ലാസ്റ്റ് വീക്കിൽ ജപ്പാൻ ഇൻഡെക്സ് ഡൗൺ ആയിരുന്നു. ആൻഡ് UK ഇൻഡെക്സ് ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്. ലാസ്റ്റ് വീക്കല്ല, ലാസ്റ്റ് ഒരു മാസമായിട്ട്, ലാസ്റ്റ് 1-2 മാസമായിട്ട് ഈ റേഞ്ചിൽ തന്നെയാണ് UK ഇൻഡെക്സ്, സൈഡ് വേസ് ആണ്. ജർമ്മനിയുടെ ഇൻഡെക്സ് ഡാക്സ് ഓക്കെ, ഇതും ലാസ്റ്റ് വീക്കിൽ ഡൗൺ ആയിരുന്നു കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ. ആൻഡ് കൊറിയയുടെ ഇൻഡെക്സ് ഈ ഒരു ഫാള് കാരണമാണ് നമ്മുടെ മാർക്കറ്റ് വീണത്. ഓക്കെ, സോ ഇതും ലാസ്റ്റ് വീക്കിൽ ഡൗൺ തന്നെയായിരുന്നു. ഓക്കെ, സോ ഇനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ മേജർ ഇൻഡെക്സ് നിഫ്റ്റി ലാസ്റ്റ് വീക്കിൽ നമ്മളൊരു ഇൻഡിസിഷനാണ്, അതായത് പോസിറ്റീവോ അല്ല നെഗറ്റീവോ അല്ല, ഒരു ഇൻഡിസിഷൻ, ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കും ഒരു ഇൻഡിസിഷനാണ് ലാസ്റ്റ് വീക്കിൽ വന്നിട്ടുള്ളത്. മിഡ് ക്യാപ് നിഫ്റ്റി ലാസ്റ്റ് വീക്കിൽ നെഗറ്റീവായിരുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വീക്കിൽ നടന്ന കാര്യം. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ചെയ്യാം. സോ ഗ്ലോബൽ മാർക്കറ്റ് അപ്പം സംതിങ് ഒരു നെഗറ്റീവ് ഉണ്ട് ടോട്ടലി ഗ്ലോബൽ മാർക്കറ്റിൽ. അപ്പം നമ്മുടെ മാർക്കറ്റ് അടുത്ത വീക്ക് എങ്ങനെ പെർഫോം ചെയ്യും, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എന്തൊക്കെയാണ്, ഡീറ്റെയിൽ ആയിട്ട് പ്രൈസ് ആക്ഷനും SMCയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒരു മാർക്കറ്റ് അനാലിസിസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് വീക്കിൻ്റെ ക്യാൻഡിൽ നോക്കിയാൽ അറിയാം, ഇസ് എ ഡോജി ക്യാൻഡിൽ, നെഗറ്റീവ് അല്ല. ലാസ്റ്റും ഇതിൻ്റെ മുന്നത്തുള്ള വീക്കിൻ്റെ മുകളിലാണ് ക്ലോസ് വന്നിട്ടുള്ളത്. ബട്ട് കമ്പാരിറ്റീവ്ലി ഒരു നമുക്ക് രണ്ട് സൈഡിലും മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. താഴോട്ടും മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, മുകളിലോട്ടും മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ രണ്ട് സൈഡിലും മൂവ്മെൻറ്റ് ചെയ്തുള്ളത് കൊണ്ട് തന്നെ ഇതൊരു നെഗറ്റീവ് ക്യാൻഡിലാണ്, അതായത് ഒരു ന്യൂട്രൽ ക്യാൻഡിലാണ്. സോറി, നെഗറ്റീവ് അല്ല, ഒരു ന്യൂട്രലാണ്. സോ നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നത് വീക്കിലി ഹൈസ് ആൻഡ് ലോസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ ആ ഒരു വീക്കിലി ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ വീക്കിലി ഹൈസ് ആൻഡ് വീക്കിലി ലോ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആൻഡ് നമ്മുടെ ഓപ്പൺ ആൻഡ് ക്ലോസ് തമ്മിലും ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 50 പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് ഓപ്പൺ ആൻഡ്, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയി ചെയ്യാം. സോ ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളും ഇതേപോലെ ചെയ്യുക. വീക്കിലി ഹൈസ് ആൻഡ് ലോസ് ഞാൻ മാർക്ക് ചെയ്തു. സോ നമ്മളെങ്ങനെയാണ് 15 മിനിറ്റ്സിലെ 5 മിനിറ്റ്സിലോട്ട് ഒരു എൻട്രിയിലോട്ട് വരുന്നത് നമുക്ക് മെല്ലെ ചെയ്ത് നോക്കാം. ഓക്കെ, ആൻഡ് ഞാൻ നേരെ അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയുള്ള ടൈം ഫ്രെയിമായ 1 ഹവറിലോട്ട് വന്നു. സോ 1 ഹവറിൻ്റെ 1 ഡേയിലോട്ട് വന്നു. 1 ഡേയിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ റേഞ്ച്. ഈ ഒരു ആഴ്ച മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തു, താഴോട്ട് മൂവ് ചെയ്തു. സോ രണ്ട് സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു റേഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലി ലോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സോ നമുക്ക് ഡെയിലി ലോയും ഞാനിവിടെ എടുത്ത് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഡെയിലി ലോ ലാസ്റ്റ് വീക്കിലെ ലാസ്റ്റ് ദിവസത്തിൻ്റെ ലോ. ഓക്കെ,
4 ദിവസം മാർക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. സോ ആ ഒരു ലോയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം നമുക്ക് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു ഇതിന് താഴെ വന്നിട്ട് അടുത്ത ഫ്രെയിമിൽ നമുക്ക് ബാക്കി ലെവൽസ് വരയ്ക്കാം. സോ ഇതാണ് നമ്മുടെ വീക്കിലി ആൻഡ് ഡെയിലി വരച്ചപ്പോൾ നമുക്ക് ഈ ഒരു 2 ലൈൻ കിട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് 4 അവർ നോക്കാം. 4 അവറിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഹൈസ് ആൻഡ് ലോസ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. 4 അവറിൽ നമുക്കിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഹൈസ് കാണുന്നുണ്ട്, ഇത് ഈ ഒരു ഏരിയ. സോ 4 അവറിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ഹൈസ് ആണ്, ബിക്കോസ് അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ റേഞ്ച് വെക്കുന്നുണ്ട്. ഇവിടെ വെച്ചാലും മതി. 180 to 10% വ്യത്യാസമുള്ളത്. ഓക്കെ, ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. 10 പോയിൻറ്റ് വ്യത്യാസമുള്ളത്. സോ ഈ ഒരു ഹൈസും വരച്ചിട്ടുണ്ട്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഏരിയയിൽ നമുക്ക് സപ്പോർട്ട് സോൺ ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ഏരിയയും ഞാൻ വരച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് 4 അവറിൽ ഇത്രയും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ 4 അവറിന് താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 1 അവറാണ്. 1 അവർ. ഓക്കെ, 1 അവർ നോക്കിക്കഴിഞ്ഞാൽ 1 അവറിൽ ഇവിടുന്നാണ് നമുക്ക് ലാസ്റ്റ് വീക്കിലെ സെല്ലിങ് വന്നിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വീഡിയോയിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 25-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേ, നമുക്ക് സെൽ ഓൺ ദ റൈസ് നോക്കണമെന്ന്. കറക്റ്റ് ആ സെൽ ഓൺ ദ റൈസ് വന്നിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്നാണ് സെല്ലിങ്, ഇതിന് മുന്നേ ഒരു ഷാർപ്പ് സെല്ലിങ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇത് തോട്ടിറക്കി വെച്ചാൽ മതി ഈ ഏരിയ. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെയാണ് ഈ വട്ടവും നമുക്ക് സെല്ലിങ് വന്നിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി സപ്ലൈ സോൺ എപ്പോഴും സപ്ലൈ സോൺ ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവേണ്ടത് എന്താണ്, എല്ലാ ലോസും, എല്ലാ ഹൈസ് ആൻഡ് ലോസ് അല്ലെങ്കിൽ എല്ലാ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ, ഒരു നോർമൽ പ്രൈസ് ആക്ഷൻ വെച്ച് പഠിക്കുന്ന നോർമൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും ലെവൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ നമുക്കൊരു ഗ്യാപ്പ് ഫില്ലിങ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ലിങ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇത്രയും ലെവൽസാണ് നമുക്ക് വീക്കിലി മുതൽ 1 അവർ വരെ ചെയ്യുമ്പോൾ കിട്ടിയത്. സോ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ജസ്റ്റ് ഇത് കാണുന്നവർ എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളിവിടെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കാൻ. ഞാൻ കാണുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, യെസ്, ദർ ഇസ് എ ട്രെൻഡ് ലൈൻ ദർ. സപ്പോർട്ടാണ് ഗ്രീൻ കൊടുക്കുന്നുണ്ട്. സോ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ഒരു ട്രെൻഡ് ലൈൻ ആക്ട് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയയൊക്കെ നമ്മുടെ ഡീപ്പ് ഡിമാൻഡ് സോൺസ് ആണ്. ഓക്കെ, സോ 1 അവറിൽ ഞാനിവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കാണുന്നുണ്ട്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ഇതൊരു വാലിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇത് ഓർഡർ ബ്ലോക്കാണ്. ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇസ് വാലിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, സോ ഞാനതിന് ഒരു കളർ കൊടുക്കുന്നുണ്ട് മനസ്സിലാൻ വേണ്ടിയിട്ട്. സോ ഈ FEG ഞാനിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് FEG. സോ ഇതൊരു വാലിഡ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അതൊരു ഡിമാൻഡ് സോണിൽ കൂടെയാണ് വരുന്നത്. താഴെ ഓർഡർ ബ്ലോക്ക് 1 അവർ FEG ആണ്. സോ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വിടുന്നുണ്ട്. സോ ഇത് ഒരുപാട് കാര്യമായിട്ട് അലൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനർത്ഥം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലൊക്കെ വീഴുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈയിങ് വീണ്ടും കാണാൻ കഴിയും. ഓക്കെ, സോ നമുക്ക് ഇതിന് തൊട്ട് താഴെ ഫ്രെയിമിൽ പോയി നോക്കാം. സോ ഇതിന് തൊട്ട് താഴെ ഞാൻ 30 മിനിറ്റ് കൂടെ നോക്കുന്നുണ്ട്. 30 മിനിറ്റിൽ നമുക്ക് 30 മിനിറ്റിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ കഴിയുന്നില്ല. അതൊരു 1 അവർ വാല്യൂ ഗ്യാപ്പാണ്. സോ നമുക്കിതിൻ്റെ തൊട്ട് താഴെയുള്ള 50 മിനിറ്റ്സ് നമ്മുടെ എൻട്രി ഫ്രെയിമിനായിട്ടുള്ള 50 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയാണ് ഗ്യാപ്പ് ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ 1 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാനവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളത് നോക്കിയാൽ നമുക്ക് ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, സോ ഈ ഗ്യാപ്പ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. സോ 50 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് അതിൻ്റെ തൊട്ട് താഴെ വരുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എന്താണ്, ഈ ഏരിയ നമ്മുടെ ബൈയിങ് സോണാണ്. അപ്പം ഈ ഏരിയ നമ്മുടെ എന്താണ്, ബൈയിങ് സോണാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലൊക്കെ വീഴുന്നെങ്കിൽ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് ഈ സോണിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബൈ ആണ് ചെയ്യേണ്ടത്. സോ ഇതാണ്. അപ്പം നമുക്ക് നമ്മുടെ ചാർട്ടിൽ ഒരുപാട് ലൈൻസ് ഒന്നുമില്ല, പ്രോപ്പറായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. സോ ഈ ഏരിയയിൽ നമുക്കിതിൻ്റെ സപ്ലൈ സോണായിട്ട് ഇതിനെ ഞാനൊരു റെഡായിട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. റെഡായിട്ട് ഇതൊരു ഡീപ്പ് സപ്ലൈ സോണാണ്. സോ അതിന് ഞാൻ റെഡായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ഒരു ഡിമാൻഡ് സോണാണ്. അതുകൊണ്ട് ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ഡിമാൻഡ് സോണാണ്. സോ അപ്പോൾ ഇതിന് ഞാനൊരു ഗ്രീനായിട്ടും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഡിമാൻഡ് സോണിനെ ഞാൻ ഗ്രീനായിട്ടും മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് അപ്പം ഇതാണ് നമ്മുടെ ലെവൽസ്. എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ മെല്ലെയാണ് ചെയ്തത്. ഇന്ന് വീക്ക്ലി അനാലിസിസ് ആയിരുന്നു. നമ്മൾ വീക്ക്ലി തുടങ്ങി ഡെയിലിയിൽ വന്നു, ലാസ്റ്റ് നമ്മുടെ ഫിനിഷ് ചെയ്ത് നിൽക്കുന്നത് 50 minutes ആണ്. സോ ചാർട്ട് കാണാൻ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചാർട്ട്. വളരെ ഈസി ആയിട്ടുള്ള കോംപ്ലിക്കേഷനൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാനേ ഉള്ളൂ. ഇതിനകത്ത് കറക്റ്റ് ആ ലെവൽസും കാര്യങ്ങളും വരച്ച് വെക്കുക, ഡിമാൻഡ്സോടും സപ്ലൈസോടും വരച്ച് വെക്കുക, ഇൻബാലൻസ് വരച്ച് വെക്കുക, ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ജസ്റ്റ് ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഓർഡർ ബ്ലോക്കാണ്. കാരണം ഇത് കംപ്ലീറ്റ്ലി ഓർഡർ ബ്ലോക്കാന്ന് പറയാൻ കാരണം ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതാണ്. ഓക്കെ, സോ അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു ഓർഡർ ബ്ലോക്കാണ്. സോ ഇത് നമ്മുടെ എന്താണ് ബൈയിങ് സോണാണ്. സോ ഫസ്റ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ഇത്, സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വരയ്ക്കുക. കണ്ടോ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിനെ ഞാനിവിടെ നമ്മുടെ ഹൊറിസോണ്ടൽ റേ എടുത്ത് വരച്ച് വെക്കുന്നുണ്ട് ഇതിനെ. ഓക്കെ, സോ ഇതൊക്കെ നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ തട്ടി മാർക്കറ്റ് ഒരു റിട്രേസ് ചെയ്തേ പോകാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ അപ്പം ബൈ ഓൺ ദ ഡിപ്പാണ്, സെൽ ഓൺ ദ റൈസ്. ഓക്കെ, സെൽ ഓൺ ദ റൈസ്. മുകളിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ എന്താണ് പ്ലാൻ? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് പെൻഡിങ് ഗ്യാപ്പാണ്. ഇവിടെ അപ്പ് സൈഡിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഞാൻ കുറയ്ക്കാം. ഇവിടെ മുകളിൽ ഇതൊരു FEG ആണ്. ഓക്കെ, FEG. അപ്പം ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മളെന്താണ് സെൽ ഓൺ ദ റൈസ്, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ വീണ്ടും സെൽ ഓൺ ദ റൈസ്, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ബൈ ഓൺ ദ ഡിപ്പ്. ഈ ഒരു സ്ട്രാറ്റജിയാണ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു മാസമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. കാരണം മാർക്കറ്റ് റേഞ്ചിൽ കിടന്നാണ് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയാണ് എപ്പോഴും വർക്കൗട്ട് ആകുന്നതും. ഇത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആകുന്നതുകൊണ്ട് ഇത് കറക്റ്റ് ഓവർ ട്രേഡിങ് ചെയ്യാതെ ഇമോഷണലി നിങ്ങൾ ഒരു ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് മന്തൊക്കെ ഈ ഒരു മന്ത് അത്യാവശ്യം എനിക്ക് നല്ല ഏണിങ്സ് കിട്ടിയൊരു മന്താണ് നിഫ്റ്റിയിൽ നിന്ന് മാത്രം. കാരണം ഡിസിപ്ലിനായിട്ട് കറക്റ്റ് ട്രേഡുള്ള ദിവസം മാത്രം ട്രേഡ് ചെയ്തിട്ടുള്ളൂ, കറക്റ്റ് ലെവൽസിലും ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പ് ആണെങ്കിലും ഡൗൺ ആണെങ്കിലും ആ മൊമെൻറ്റ് ക്യാച്ച് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ഈ ഒരു മന്ത് വീഡിയോ എൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലും കറക്റ്റ് മൊമെൻറ്റ് വരുന്നത് നമ്മൾ അതേപോലെ വീഡിയോ അനലൈസ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മാത്രം കണ്ടാൽ മതി. നിങ്ങൾ ഒരു കോഴ്സ് പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, കോഴ്സ് ചെയ്യാത്തവർ ബാക്കി ഇതിൻ്റെ ടൂൾസ് ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി കസ്റ്റം ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് സ്റ്റുഡൻസിനോട് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ടൂൾസ് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. നമുക്ക് ലിക്വിഡിറ്റി പൂളും FEGയും മാർക്കറ്റ് സ്ട്രക്ചറായിട്ടുള്ള ടൂളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ആക്സസ് ഉടനെ കിട്ടും. ഓക്കെ, സോ ബാക്കിയുള്ളവർ ഈ ലെവൽസൊക്കെ കണ്ട് വരയ്ക്കുക. കറക്റ്റ് ഇതേപോലെ വരച്ച് വൃത്തിയായിട്ട് ചാർട്ടിനെ വെക്കുക. മൺഡേ ഒരു നല്ല ദിവസമാകട്ടെ എന്ന് വിചാരിക്കുന്നു. ബൈ, ഗുഡ് നൈറ്റ്.